Hello, dear children, welcome back to SS online class. Previous class, we already discussed the first lesson in this chapter 10, Walls Tell Stories. വാൾസ് ടെൽ സ്റ്റോറീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോൽക്കണ്ട ഫോർട്ടിനെ കുറിച്ചായിരുന്നു. അതിൽ ഫസ്റ്റ് ലെസണൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ ടുഡേ വി വിൽ ഡിസ്കസ് ദ നെക്സ്റ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ. Tell and write. Look carefully at the map of Golconda. On the map, arrows show all the 4 directions. ഗോൽക്കണ്ടയുടെ മാപ്പ് നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. മാപ്പിൽ എന്താണ് ഗോൽക്കണ്ട ഫോർട്ടിൻ്റെ 4 ഡയറക്ഷൻസിലേക്കും ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഈ മാപ്പിൽ 4 ഡയറക്ഷൻസ് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. ഇഫ് യു ആർ പീപ്പിംഗ് ഇൻസൈഡ് ഫ്രം ബോദ്ലി ദർവാസ ഇൻ വിച്ച് ഡയറക്ഷൻ ഫ്രം യു ഈസ് കട്ടോറ ഹൗസ്. ബോദ്ലി ദർവാസയിൽ നിന്ന് നോക്കുമ്പോൾ അതിൽ നിങ്ങൾ നിൽക്കുന്ന ഡയറക്ഷന് കട്ടോര ഹൗസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് കട്ടോര ഹൗസ് ഈസ് ഇൻ നോർത്ത് ഓഫ് ബോഡ്ലി ദർവാസ അല്ലേ. ഇവിടെയാണ് ബോഡ്ലി ദർവാസേൻ്റെ നേരെ നോർത്തിലായിട്ടാണ് കട്ടോര ഹൗസ് ഉള്ളത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? യെസ്, കട്ടോര ഹൗസ് ഈസ് ഇൻ ദി നോർത്ത് ഓഫ് ബോഡ്ലി ദർവാസ. ബി, ഇഫ് സംവൺ ഇൻ എൻറ്ററിങ് ഫ്രം ബഞ്ചാര ദർവാസ ഇൻ വിച്ച് ഡയറക്ഷൻ ഫ്രം ഹെർ ഈസ് കട്ടോര ഹൗസ്. അപ്പോൾ ബഞ്ചാര ദർവാസയിലാണ് ആരെങ്കിലും പ്രവേശിക്കുകയാണെങ്കിൽ അതിലൂടെ നോക്കുമ്പോൾ ഏത് ദിശയിലായിരിക്കും കട്ടോര ഹൗസ്. അപ്പോൾ ബഞ്ചാര ദർവാസയിലൂടെ നോക്കുമ്പോൾ ഏത് ദിശയിലായിട്ടാണ്, ഏത് ഡയറക്ഷനിലായിട്ടാണ് കട്ടോര ഹൗസ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ്? ഇൻ വെസ്റ്റ് ഡയറക്ഷനിലാണ് അല്ലേ. ഇവിടുന്ന് നോക്കുമ്പോൾ വെസ്റ്റ് ഡയറക്ഷനിലാണ് കട്ടോര ഹൗസ് വരുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ യു വാക്ക് ഫ്രം ബലാഹിസാർ ടു റീച്ച് മോത്തി മഹൽ. മോത്തി മഹലിൽ എത്താൻ ബലാഹിസാറിൽ നിന്ന് ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത്? അപ്പം ബാലഹിസാറിൽ നിന്ന് മോത്തി മഹലിലേക്ക് എത്താൻ ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടത്? ഇവിടേതാണ് ബാലഹിസാർ, ഇവിടെയാണ് മോത്തി മഹൽ, ഇവിടെയാണ്. അപ്പോൾ ഏത് ഡയറക്ഷനിലേക്കാണ്? വി വാക്ക് ടു ഈസ്റ്റിലെ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പോഴാണ് എത്തുന്നത്. ദെൻ ഡി, ഹൗ മെനി ഗേറ്റ്സ് ക്യാൻ യു സീ ഓൺ ദി ഔട്ടർ വാൾസ് ഓഫ് ദി ഫോർട്ട്. ഫോർട്ടിൻ്റെ പുറത്തായിട്ട് എത്ര ഗേറ്റുകൾ കാണുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് സ്റ്റെയേഴ്സ്, ബയോല്, അതുപോലെ ഹോൾസ്, ദർവാസ, റോഡൊക്കെ ഓരോ പിക്ചർ. അപ്പോൾ അത് എണ്ണി നോക്കുക എത്ര ഗേറ്റുകളാണ് ഉള്ളത്. ഇവിടെ പുറത്ത് കണ്ടോ? ബോഡ്ലി ദർവാസ, ബാമിനി ദർവാസ, മക്കോൽ ദർവാസ, അങ്ങനെ ടോട്ടൽ അത് എണ്ണി നോക്കുക. അപ്പോൾ എത്ര ഗേറ്റ്സ് ഉണ്ട്? ടോട്ടൽ 9 ഗേറ്റ്സ് ആണ് ഉള്ളത്. ദെൻ ഈ കൗണ്ട് ഹൗ മെനി പാലസസ് ആർ ദർ ഇൻ ദി ഫോർട്ട്. എത്ര പാലസസ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളത്? 3 പാലസസ്. വാട്ട് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് വാട്ടർ ക്യാൻ യു സീ ഇൻസൈഡ് ദ ഫോർട്ട്? ഫോർ എക്സാമ്പിൾ വെൽസ്, ടാങ്ക്സ്, സ്റ്റെപ്പ് വെൽസ്. ഫോർട്ടിനുള്ളിൽ വെള്ളത്തിനായിട്ടുള്ള എന്ത് ക്രമീകരണമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? എക്സാമ്പിളാണ് കിണറുകൾ, ടാങ്കുകൾ, സ്റ്റെപ്പ് വെൽസ്. അതിലെന്താണ് കാണുന്നത്? അതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലേ? ബയോലി. അപ്പോൾ അതാണ് അവർ വെള്ളത്തിനായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? 5 ബയോലീസ് ആൻഡ് 3 ഹാൻഡ്സ് ഹാവ് ബീൻ മെയ്ഡ്. ബയോലീസും ഹാങ്സൊക്കെയാണ് ഹൗസൊക്കെയാണ് അവർ അതിന് വേണ്ടിയിട്ട് വെള്ളത്തിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഓൺ ദി മാപ്പ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബാലഹിസാർ ആൻഡ് അതിന് മുന്നേ ഓൺ ദി മാപ്പ്
ആ മാപ്പിൽ നോക്കുക. 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു എ ഡിസ്റ്റൻസ് ഓഫ് 110 meters ഓൺ ദി ഗ്രൗണ്ട്. അപ്പോൾ ഇതിൽ ഇവിടെ സ്കെയിൽ കണ്ടോ, ഇതിൽ കാണിച്ചിട്ടുണ്ട്. സ്കെയിൽ എന്താ, 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 110 മീറ്ററിനാണ് പറയുന്നത്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ അളവുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് 110 മീറ്റർ അളവാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓൺ ദി മാപ്പ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബാലഹിസാർ ആൻഡ് ഫത്തേ ദർവാസ ഈസ് ഡാഷ് സെൻറ്റിമീറ്റർ. ഓൺ ദി ഗ്രൗണ്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു വുഡ് ബി മീറ്റേഴ്സ്. അപ്പോൾ ബാലഹിസാറും ഫത്തേ ദർവാസയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ഉണ്ടെന്നാണ് പറയേണ്ടത്. ദെൻ സെക്കൻഡ്, ഹൗ ഫാർ ഈസ് മക്കായ് ദർവാസ ഫ്രം ഫത്തേ ദർവാസ. ഫത്തേ ദർവാസയും മക്കായ് ദർവാസയും തമ്മിൽ ആ ഗ്രൗണ്ട്, അതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, അത് തമ്മിലുള്ള നീളം എത്ര വരുന്നുണ്ട്? എബൌട്ട് 1000 മീറ്റർ മാറ്റം അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെ നന്നായിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ മാപ്പ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് റീഡ് ചെയ്യുമ്പോൾ അതിലെ ആൻസേഴ്സ് ഓരോ ഡയറക്ഷനൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ്, വൈ ദിസ് അറ്റാക്സ്. എന്തുകൊണ്ടാണ് അവർക്ക് അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. വൈൽ വി വർ ഓൾ talking, Sridhar called us to see a big gun. Cannot we ran up the steps. ഞങ്ങളെല്ലാവരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തു, ശ്രീധർ ഒരു വലിയ തോക്ക് കാണാൻ, തോക്ക് മീൻസ് പീരങ്കി, ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ കനോൺ, പീരങ്കി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിളിച്ചു. ഞങ്ങളൊക്കെ സ്റ്റെപ്പൊക്കെ വേഗം കയറി പോയി. അപ്പോൾ ശൈലജ പറയാണ്, ദിസ് മസ്റ്റ് ഹാവ് ബീൻ ദ സുൽത്താൻസ് ബിഗ് ഗൺ. ഇതായിരിക്കണം സുൽത്താൻ്റെ വലിയ തോക്ക്. ദീദി, ദിസ് വാസ് യൂസ്ഡ് ബൈ ഔറംഗസീബ്. ഇത് ആരാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് ദീദി പറയുന്നത്. ദിസ് വാസ് യൂസ്ഡ് ബൈ ഔറംഗസീബ്. ഇത് ഔറംഗസീബ് ഉപയോഗിച്ചതാണ്. ഹിസ് ഫുൾ ആർമി കെയിം വിത്ത് ദെയർ ഗൺസ് ആൻഡ് കനോൺസ് ടു അറ്റാക്ക്, ബട്ട് ദേ കുഡ് നോട്ട് ഈവൻ എൻ്റർ ദി ഫോർട്ട്. ഫോർ 8 months ദേ ക്യാമ്പ്ഡ് ഔട്ട്സൈഡ് ദ ഫോർട്ട്. ഇത് ഔറംഗസീബ് ഉപയോഗിച്ചിരുന്ന ഗണ്ണാണ്. ഔറംഗസീബിൻ്റെ മുഴുവൻ സൈന്യവും വന്ന് അവരുടെ തോക്കുകളും പീരങ്കികളും വെച്ചിട്ട് ഗോൽക്കൊണ്ട ഫോർട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർക്കെന്താ, ഫോർട്ടിൽ പ്രവേശിക്കാൻ പോലും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവർ ആക്രമിക്കാൻ വേണ്ടിയിട്ട് 8 മാസത്തോളം കാലം ഫോർട്ടിൻ്റെ പുറത്ത് ക്യാമ്പ് ചെയ്തു. അത്രയും സമയം നിന്നിട്ടെങ്കിലും ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവർ ഫോർട്ടിൻ്റെ പുറത്ത് ക്യാമ്പ് ചെയ്തു. ശൈലജ പറയാണ്, വൈ വുഡ് ദ ആർമി കം ഹെർ ഓൾ ദി വേ ഫ്രം ഡൽഹി. ഡൽഹിയിൽ നിന്ന് ഈ വലിയൊരു ആർമി, ഈ ഒരു സൈന്യം എന്തിനാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ദീദി, ഇൻ ദോസ് ഡേയ്സ് എംപയേഴ്സ് ആൻഡ് കിങ്സ് പ്ലേഡ് സച്ച് ട്രിക്സ്. ദേ ട്രൈഡ് ടു മേക്ക് സ്മോളർ കിങ്ഡംസ് എ പാർട്ട് ഓഫ് ദെയർ ഓൺ കിങ്ഡം. ദിസ് വാസ് ഡൺ സംടൈംസ് ബൈ ഫ്രണ്ട്ഷിപ്പ്, സംടൈംസ് ബൈ flattery, or even by marriage between families. And when nothing else worked, they also attacked them. അപ്പോൾ ദീദി എന്താണ് പറയുന്നത്, അക്കാലത്ത് എംപയേഴ്സും കിങ്സൊക്കെ, ചക്രവർത്തിമാരും രാജാക്കന്മാരൊക്കെ എന്ത് ചെയ്തു, ഓരോ തന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ചെറിയ ചെറിയ കിങ്ഡംസായിട്ട്, രാജ്യങ്ങളുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നു. അപ്പോൾ ചെറിയ രാജ്യങ്ങളെ എന്തിനു വേണ്ടിയിട്ട് അവർ ബന്ധം പുലർത്തുന്നത്, ഈ ചെറിയ കിങ്ഡംസ് ഉണ്ടല്ലോ, ഈ ചെറിയ രാജ്യങ്ങളെ അവരുടെ സ്വന്തം രാജ്യത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ബന്ധം പുലർത്തുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് എന്ത് ചെയ്യും, നല്ല ഫ്രണ്ട്ഷിപ്പിലൂടെ, അല്ലെങ്കിൽ ഈ മുഖസ്തുതി ഫ്ലാറ്ററി മീൻസ് മുഖസ്തുതി പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ കുടുംബങ്ങളിലെ 2 കുടുംബങ്ങൾ തമ്മിൽ വിവാഹം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു റിലേഷൻ, അങ്ങനെയൊക്കെ ആയിട്ട് അവർ ആ ഒരു കിങ്ഡം ഇവർക്ക് കീഴിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു, ഇതൊന്നും ഇവർക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഔറംഗസീബ് ഗോൽക്കൊണ്ട ഫോർട്ടിനെ ആക്രമിച്ചിട്ട് കീഴടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്.
അപ്പോൾ അവർ പറയുന്നത് എന്താ, അങ്ങനെ പല രീതിയിലൂടെയും അവരോട് ബന്ധം പുലർത്തിയിട്ട് ആ കിങ്ഡം നമ്മുടെ രാജ്യത്തിൻ്റെ കീഴിലാക്കാൻ എല്ലാ ആളുകളും സ്ഥിരമായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പം ഗോൽക്കൊണ്ട ഫോർട്ടിൽ അങ്ങനെ ഒന്നും കഴിയാത്തതുകൊണ്ടാണ് ആക്രമണത്തിലൂടെ കീഴടക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ കല്യാണി പറയാണ്, Why is it that Aurangzeb's army could not get into the fort? He had so many soldiers and big guns. അപ്പോൾ എന്തുകൊണ്ടാണ് ഔറംഗസീബിന് അദ്ദേഹത്തിൻ്റെ ആർമിയൊക്കെ ആയിട്ട് ഈ ഫോർട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തത്? എന്താ, അദ്ദേഹത്തിന് എന്തുണ്ട്, ധാരാളം സോൾഡേഴ്സും അതുപോലെ തോക്കുകളും ഒക്കെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശൈലജ പറയാണ്, Did you see those strong thick walls? In the map there is a long deep ditch pit along the wall. How could the army enter? അപ്പോൾ ശൈലജ പറയും, നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല കട്ടിയുള്ള ഈ മതിലുകൾ നിങ്ങൾ കണ്ടില്ലേ, ഫോർട്ടിൻ്റെ നല്ല കട്ടിയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഈ വാളുകൾ കണ്ടില്ലേ? മാപ്പിൽ ഈ വാളിനൊപ്പം ഉണ്ടാകും ഒരു നീണ്ട ആഴത്തിലുള്ളൊരു കുഴി കാണിക്കുന്നുണ്ട്. അതിന് ചുറ്റുമായിട്ട് ഒരു കുഴി കാണിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സോൾജേഴ്സിൻ്റെ സൈന്യത്തെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശ്രീധർ എന്ത് പറയും, ഇഫ് ദ ആർമി ട്രൈഡ് ടു കം ഫ്രം എ ഡിഫറെൻറ്റ് സൈഡ് ദെൻ ദ സോൾജേഴ്സ് ഇൻ ദി പേർഷ്യൻസ് വുഡ് ഹാവ് സീൻ ഇറ്റ് ഫ്രം എ ഡിസ്റ്റൻസ്. നോ വണ്ടർ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു അറ്റാക്ക് ദ ഫോർട്ട്. അപ്പോൾ എന്ത് ചെയ്യും, സൈന്യം മറ്റൊരു ഭാഗത്ത് നിന്ന് വരാൻ ശ്രമിച്ചാൽ അപ്പോൾ കോട്ടൻ്റെ ഉള്ളിലുള്ള സോൾജേഴ്സ് ഉണ്ടല്ലോ അത് ദൂരെ നിന്ന് തന്നെ കാണും. ആണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് എങ്ങനെ കടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ ഉള്ളിലുള്ള സോൾജേഴ്സ് ഉണ്ടാവില്ലേ, ഫോർട്ടിൻ്റെ ഉള്ളിൽ അവരെ നിർത്തുന്ന അവിടുത്തെ സോൾജേഴ്സ് അത് ദൂരെ നിന്ന് തന്നെ കാണും. അപ്പം എങ്ങനെ, അതുകൊണ്ട് തന്നെ ഈ ഫോർട്ടിനെ ആക്രമിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം ആയിരുന്നു. കല്യാണി, ഇമാജിൻ ദ ആർമി ഈസ് കമ്മിങ് ഓൺ ഹോഴ്സസ് ആൻഡ് എലിഫൻറ്റ്സ് വിത്ത് ഓൾ ദർ ഗൺസ്. ഹെർ ദ സുൽത്താൻസ് ആർമി സ്റ്റാൻഡ് ഫുള്ളി പ്രിപ്പയർഡ്. കല്യാണി പറയുന്നത് നമ്മൾ സങ്കല്പിക്കുക, ഇമാജിൻ ചെയ്യാം, എന്താണ്, സൈന്യങ്ങളും കുതിര, ആനകൾ, തോക്കുകളുമായിട്ടൊക്കെയാണ് ഇവർ വരുന്നത്. ഇവിടെ സുൽത്താൻ്റെ സൈന്യം പൂർണ്ണമായി തയ്യാറായി നിൽക്കുന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ശൈലജ എന്ത് പറയും, ഓ നോ, ഹൗ മെനി പീപ്പിൾ ആൻഡ് സോൾജേഴ്സ് ആർ ബോത്ത് ദ സൈഡ്സ് മസ്റ്റ് ഹാവ് ബീൻ കിൽഡ് ഇൻ ഓൾ ദിസ് ഫൈറ്റിംഗ്. വൈ ഡു പീപ്പിൾ അറ്റാക്ക് ആൻഡ് ഹാവ് വാർസ്? ഓ ഇല്ല, രണ്ടിലും എത്ര ആളുകളും സൈനികരാണ്. ഇവർ തമ്മിൽ എന്ത് ചെയ്യും, രണ്ട് സോൾജേഴ്സ് അല്ലെ രണ്ട് കൺട്രീസ് തമ്മിലല്ലേ, രണ്ട് സോൾജേഴ്സിൻ്റെ ഗ്രൂപ്പുകൾ തമ്മിൽ നല്ല പോരാട്ടങ്ങൾ നടക്കും. അപ്പോൾ ഇങ്ങനെ എത്ര ആളുകളാണ് ഈ രണ്ട് പോരാട്ടങ്ങളിലൂടെ ആയിട്ട് എത്രയോ വർഷങ്ങൾ കൊണ്ട് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ആളുകൾക്ക് ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നാണ് ചോദിക്കുന്നത്. വൈ ഡു പീപ്പിൾ അറ്റാക്സ് ആൻഡ് അപ്പോൾ ശൈലജ പറയാണ്, വൈ ഡു പീപ്പിൾ അറ്റാക്സ് ആൻഡ് ഹാവ് വാർസ്? എന്തുകൊണ്ടാണ് ആളുകൾ യുദ്ധങ്ങളിലൊക്കെ ഇങ്ങനെ ആക്രമിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശ്രീധർ എന്ത് പറയും, ഗൺസ് ആൻഡ് കനോൺസ് ആർ തിങ്സ് ഓഫ് ദി പാസ്റ്റ് നൗ. ദസ് ഡേയ്സ് മെനി കൺട്രീസ് ഹാവ് ന്യൂക്ലിയർ ബോംബ്സ്. എ സിംഗിൾ ബോംബ് ക്യാൻ കോസ് സോ മച്ച് ഡിസ്ട്രക്ഷൻ. അവൻ എന്താണ്, ശ്രീധരൻ എന്താ പറയുക, തോക്കുകളും പീരങ്കികളും ഒക്കെ ഉപയോഗിച്ചത് പഴയ കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ എന്താണ്, ഇങ്ങനൊരു ആക്രമണമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ ദിവസങ്ങളിൽ പല രാജ്യങ്ങളും ന്യൂക്ലിയർ ബോംബുകൾ ഒക്കെ ആണ് ഉപയോഗിക്കുന്നത്. ഈ ഒരൊറ്റ ബോംബ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം നാശത്തിന് കാരണമാവുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, ഹിരോഷിമ, നാഗസാക്കിയൊക്കെ, അവിടെയൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ വന്നത് എന്താ, ഒരു ന്യൂക്ലിയർ ബോംബാണ്. അതാണ് ശ്രീധർ പറഞ്ഞത്, തോക്കും പീരങ്കിയൊക്കെ ഉപയോഗിക്കൽ പഴയ കാര്യമാണ്, ഇപ്പം ന്യൂക്ലിയർ ബോംബുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിസ്കസ്.
Have you recently read or heard about any country attacking or going to war with another country? നിങ്ങൾ അടുത്തിടെ ഏതെങ്കിലും ഒരു കൺട്രിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊരു കൺട്രി ആക്രമിക്കുക അല്ലെങ്കിൽ യുദ്ധം ചെയ്തതായി വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? യെസ്, ഇല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളിവിടെ അടുത്തായിട്ട് കേട്ടതാണ്. എന്താ കേട്ടിട്ടുള്ളത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് USA അമേരിക്ക എന്ത് ചെയ്തു? ഹാസ് അറ്റാക്ക്ഡ് ഇറാഖ്. അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ന്യൂസാണ്. ഫൈൻഡ് ഔട്ട് വാട്ട് വാസ് ദ റീസൺ ഫോർ ദിസ് വാർ. എന്താണ് ഈ യുദ്ധത്തിന് അവർക്ക് കാരണം? എന്തായിരുന്നു അമേരിക്ക ഇറാഖിനെ ആക്രമിക്കാനുള്ള ഒരു കാരണം? മെയിനായിട്ട് എന്താ, അമേരിക്കയ്ക്ക് വേണ്ടിയിരുന്നത് ഇറാഖിലെ പ്രസിഡൻ്റായിരുന്ന സദ്ദാം ഹുസൈനെ ഇല്ലാതാക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വലിയ വലിയ ഇഷ്യൂസൊക്കെ അങ്ങനെ പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് അവർക്കിടയിൽ ആ യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. വാട്ട് കൈൻഡ് ഓഫ് വെപ്പൺസ് വെർ യൂസ്ഡ് ഇൻ ദി വാർസ്. എന്തൊക്കെ തരത്തിലുള്ള വെപ്പൺസാണ് അവർ ഉപയോഗിച്ചത്? അവർ ഗൺസ്, അതുപോലെ ബോംബ്, അങ്ങനെ വലിയ വലിയ വെപ്പൺസൊക്കെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. വാട്ട് കൈൻഡ് ഓഫ് ഡിസ്ട്രക്ഷൻ വാസ് കോസ്ഡ് ബിക്കോസ് ഓഫ് ദിസ്. എന്തൊക്കെ ഡിസ്ട്രക്ഷൻസ് ആണ് ഉണ്ടായിട്ടുണ്ടാവുക? ഇതുമൂലം എന്തൊക്കെ നാശങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്? ഒരുപാട് നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ലേ രണ്ട് രാജ്യങ്ങൾക്കും. കൂടുതലായിട്ടും ഇറാഖിന് അവരുടെ എക്കണോമിക്കലായിട്ടും എല്ലാ തരത്തിലും ഒരുപാട് നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഫൈൻഡ് ഔട്ട് ദ ബിഗ് ഗൺ ദാറ്റ് ശ്രീധർ സോ വാസ് മെയ്ഡ് ഓഫ് ബ്രോൺസ്. ശ്രീധർ കണ്ട വലിയ ഗണ്ണ് ബ്രോൺസ്, വെങ്കലം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്, ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ചോദിക്കുകയാണ്, ഹാവ് യു സീൻ എനിത്തിങ് മെയ്ഡ് ഓഫ് ബ്രോൺസ്? വാട്ട്. ബ്രോൺസ്, വെങ്കലം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്ത്? നമ്മളൊരുപാട് പാത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ പറയാം, ട്രൈബൽ പീപ്പിൾ ഹാവ് ബീൻ യൂസിങ് ബ്രോൺസ് ടു മേക്ക് മെനി തിങ്സ് സിൻസ് തൗസൻഡ്സ് ഓഫ് ഇയർ. ട്രൈബൽസ് എന്ത് ചെയ്തു? തൗസൻഡ്സ് ഓഫ് ഇയേഴ്സിന് മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബ്രോൺസ് ഉപയോഗിച്ചിട്ട് പല വസ്തുക്കളും ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ടാക്കാറുണ്ടായിരുന്നു. One wonders how they took out copper and tin from the deep mines, smelted these metals and turned them into beautiful things. അവരെന്ത് ചെയ്യുന്ന നല്ല ആഴത്തിലുള്ള ഖനികളിൽ നിന്നിട്ട് ചെമ്പും ടിന്നും ലോഹങ്ങളൊക്കെ എടുത്ത് ഉരുക്കി നല്ല അടിപൊളി വസ്തുക്കളാക്കി മാറ്റുന്നതിൽ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടാറുണ്ട്. ഫൈൻഡ് ഔട്ട് ഫ്രം യുവർ എൽഡേഴ്സ് അബൌട്ട് സം ഓഫ് ദ തിങ്സ് മെയ്ഡ് ഫ്രം ബ്രോൺസ് ദാറ്റ് were or are still used in your houses. From its colors, try to identify which one of them is made from copper, which from brass and which from bronze. ഇങ്ങനെ എന്ത് ചെയ്തേ, ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള വസ്തുക്കളെ കുറിച്ച് നിങ്ങൾ നമ്മളെ വീട്ടിലുള്ള മുതിർന്ന ആളുകളിൽ നിന്നൊക്കെ കണ്ടെത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉണ്ടാവില്ല ബ്രോൺസ്, അതിൽ നിന്നും അല്ലെങ്കിൽ നമ്മളെ ഗ്രാൻഡ് ഫാദേഴ്സിനോട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കുക. ഇവയിൽ ഏതൊക്കെ നിർമ്മിച്ചതെന്ന് തിരിച്ചറിയാം. ഓരോ വസ്തുക്കളും ഏതൊക്കെയാണ് നിർമ്മിച്ചത് അല്ലെങ്കിൽ ഏത് നിറത്തിലാണ് നിർമ്മിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കുക. ചിലത് എന്തുണ്ടാവും? കോപ്പർ മീൻസ് ചെമ്പിൽ നിർമ്മിച്ച വസ്തുക്കൾ ഉണ്ടായിരിക്കും. ബ്രാസ് മീൻസ് പിച്ചള ഉപയോഗിച്ചിട്ട് നിർമ്മിച്ച വസ്തുക്കൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ബ്രോൺസ്, വെങ്കലത്തിൽ നിർമ്മിച്ച വസ്തുക്കളൊക്കെ തിരിച്ചറിയുക, അവരുടെ നിറങ്ങളൊക്കെ തിരിച്ചറിയുക. അതെങ്ങനെയാണ്? വീട്ടിലുള്ള വസ്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ എൽഡർ ആയിട്ടുള്ള ആളുകളിൽ നിന്നോ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞത് ടെൽ ആൻഡ് റൈറ്റ് ആണ്. അതിന് ആദ്യം ഗോൽക്കൊണ്ട ഫോർട്ട് മാപ്പ് നന്നായിട്ടൊന്ന് സ്റ്റഡി ചെയ്യുക. ദെൻ ഇതിൻ്റെ ആൻസേഴ്സ് നോക്കി മനസ്സിലാക്കിയിട്ട് റൈറ്റ് യുവർ നോട്ട്ബുക്ക്. ദെൻ നമ്മൾ പറഞ്ഞത് വൈ ദസ് അറ്റാക്സ്, അവർക്ക് എന്തുകൊണ്ടാണ് അറ്റാക്സ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ രണ്ട് കിങ്ഡംസ് തമ്മിൽ ഈ ചെറിയ കിങ്ഡത്തിന് അവരുടെ കൂട്ടത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്? ഫ്രണ്ട്ഷിപ്പിലൂടെ അല്ലെങ്കിൽ മുഖസ്തുതി പറയുന്നതിലൂടെ അല്ലെങ്കിൽ മാരേജിലൂടെ ഒക്കെ ആ ഒരു കിങ്ഡമായിട്ട് ബന്ധം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും കഴിയാത്തതുകൊണ്ട് ഔറംഗസീബ് ഇവരെ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. അത് പറഞ്ഞപ്പോൾ നമ്മളെന്ത് പറഞ്ഞു?
അങ്ങനെയുള്ള വേറെ വാറുകളൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതിൻ്റെയൊക്കെ ആൻസർ ഉണ്ട് ഇവിടെ. ഡിസ്കസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട്ബുക്കിൽ എഴുതുക. നിങ്ങൾ ഏതെങ്കിലും വാറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഏതെങ്കിലും കൺട്രി എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ എഴുതുക. ദെൻ നെക്സ്റ്റ് ടോപ്പിക് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ വെള്ളത്തിൻ്റെതാ പറയുന്നത്. ദ പിക്ചർ ഷോൺ ഹെർ ഈസ് മെയ്ഡ് ആഫ്റ്റർ സീയിങ് എ വെരി ഓൾഡ് പെയിൻറ്റിങ് ഓഫ് ദോസ് ടൈംസ്. ആ സമയങ്ങളിൽ വളരെ പഴയ ഒരു പെയിൻറ്റിങ് ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. Can you think why bullocks have been used here? Use your hand movement show in which direction the drum attached to the road moves from when the bullocks move. In which direction would the toothed wheel move? അപ്പം എന്താ ബുള്ളക്കിനെ ഇവിടെ ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ്? ദെൻ എന്തുകൊണ്ടാണ് ചിന്തിക്കാമോ എന്നാണ് ചോദിക്കുക. ബുള്ളക്കിനെ ഉപയോഗിച്ചത്. പിന്നെ നമ്മൾ ഹാൻഡ് മൂവ്മെൻറ്റ് കാണിക്കുക, എന്നിട്ടോ ഏത് ഡയറക്ഷനിലേക്കാണ് ഡ്രം അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ അറ്റാച്ച് ചെയ്തിട്ടുള്ളിടത്ത് ബുള്ളക്ക് നീങ്ങുമ്പോൾ ആ വടിയിലേക്ക് എന്താ അങ്ങനെ നീങ്ങുന്നുണ്ടല്ലോ, ഏത് ഡയറക്ഷനിലേക്കായിരിക്കും ആ ടൂത്ത് വീല് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ടൂത്തഡ് വീലും ഡ്രമ്മും ഒക്കെ കാണിച്ചിട്ടുണ്ട്, പോളൊക്കെ. അപ്പോൾ നമ്മൾ ഹാൻഡ് മൂവ്മെൻറ്റ്സ് വെച്ചാൽ ബുള്ളക്ക് നീങ്ങുന്നതനുസരിച്ച് ഫസ്റ്റ് എന്താ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ബുള്ളക്സിനെ ഉപയോഗിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ബുള്ളക്സ് ആർ യൂസ്ഡ് ടു അപ്ലിഫ്റ്റ് ദ വാട്ടർ. ആ വലിയ താഴെയുള്ള വാട്ടർ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബുള്ളക്സിനെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഡ്രം അറ്റാച്ച് ചെയ്തത് എന്തുകൊണ്ടാണ് ഡ്രം അറ്റാച്ച് ചെയ്തത്? ദ ഡ്രം വിൽ മൂവ് ഇൻ ആൻറ്റി ക്ലോക്ക് ഡയറക്ഷൻ. ഒരു ക്ലോക്കിൻ്റെ എതിർ ദിശയിൽ തിരിഞ്ഞാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇങ്ങനെ നീങ്ങുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ദെൻ ടൂത്തഡ് വീൽ എന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, ക്ലോക്കിൻ്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ ഒന്ന് എതിർദിശയിലും ഒന്ന് ഡയറക്ഷനിലുമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് രണ്ടും ഉള്ളതുകൊണ്ട് നമുക്ക് ആ പോളിലേക്ക് വെള്ളം ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ വാട്ടർ അറേഞ്ച്മെൻ്റ് ഉണ്ടോ, അന്നത്തെ വാട്ടർ അറേഞ്ച്മെൻ്റ് ആണ് കാണിക്കുന്നത്. ദെൻ ലുക്ക് ദിസ് പോൾ ഷോൺ അണ്ടർ ദ ഗ്രൗണ്ട് ജോയിൻ വിത്ത് അനദർ വീൽ വിച്ച് ഹാസ് എ നമ്പർ ഓഫ് പോട്ട്സ് ഓൺ ഇറ്റ്. നൗ ഇമാജിൻ ഹൗ വുഡ് ദിസ് ഗാർലൻഡ് ഓഫ് പോട്ട്സ് ലിഫ്റ്റ് വാട്ടർ ഫ്രം ദ വെല്ല്. നമ്മൾ ചിന്തിക്കാനാണ് പറയുന്നത്, എങ്ങനെയായിരിക്കും ഈ ഗാർലൻഡ് കിണറ്റിൽ നിന്ന് വെള്ളം ഉയർത്തിക്കൊണ്ടുവരുന്നത് എങ്ങനെയായിരിക്കും. Do you now get some idea about how the tanks could have been filled by lifting water from the wells? Even today we can see clay pipes and in the walls of the fort. This pipe would have been used to carry water to different places in the palace. എങ്ങനെയെന്നതിനെ കുറിച്ചിട്ട് വല്ല ധാരണയുണ്ടോ? എന്തിനെ കുറിച്ചിട്ടാണ്? ഈ ടാങ്കുകളുണ്ടല്ലോ, അത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് കിണറ്റിൽ നിന്നുള്ള വെള്ളം എടുക്കുന്നത് എങ്ങനെയാണെന്നതിനെ കുറിച്ചിട്ട് വല്ല അറിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇന്ന് നമുക്കെന്താ ആ ഫോർട്ടിൻ്റെ മതിലുകളിൽ കളിമണ്ണിൻ്റെ ക്ലേ പൈപ്പ്, കളിമണ്ണിൻ്റെ പൈപ്പുകൾ കാണാം. ഈ പൈപ്പുകൾ എന്താ പാലസിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിച്ചിട്ടുള്ള പൈപ്പാണ്. ഇത്തരം ചക്രങ്ങൾ ഘടിപ്പിച്ചത് എവിടെയാണെന്ന് നിങ്ങൾ കണ്ടിട്ട് ഇങ്ങനെയുള്ള ഇത് Where else have you seen such wheels attached to each other? For example, in the gear of a cycle or somewhere else. ഇപ്പം എന്താണ് ചോദിച്ചിട്ടുള്ളത്, നമുക്ക് ഇങ്ങനെയുള്ള ചക്രങ്ങൾ ഘടിപ്പിച്ചത് മറ്റെവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എക്സാമ്പിളായിട്ട് ചോദിക്കുകയാണ്. സൈക്കിളിൻ്റെ ഗിയറിൽ അങ്ങനെയുള്ള എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചക്രങ്ങളിലെ അങ്ങനത്തെ ചക്രങ്ങൾ മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അത് അവിടെ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ലുക്ക് അറൗണ്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ വാട്ടർ ഈസ് പമ്പ്ഡ് അപ്പ് ഫ്രം ദി ഗ്രൗണ്ട് ടു ഹയർ പ്ലേസസ്. നമ്മൾ ചുറ്റും നോക്കി വെള്ളം എങ്ങനെയാണ് ഉയർന്ന പ്ലേസസിലേക്ക് പമ്പ് ചെയ്യുന്നതെന്ന് കണ്ടെത്തുക. ഹൗ ഈസ് വാട്ടർ പമ്പ്ഡ് അപ്പ് യൂസിങ് ഇലക്ട്രിസിറ്റി? ഹൗ ഈസ് വാട്ടർ ലിഫ്റ്റഡ് വിത്തൗട്ട് ഇലക്ട്രിസിറ്റി? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് വെള്ളം എങ്ങനെയാണ് പമ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇല്ലാതെ
ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് വാട്ടർ, അന്ന് ഗോൽക്കൊണ്ട ഫോർട്ടിൽ എന്താ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് വാട്ടർ എങ്ങനെയാണ്, അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയായിരുന്നു എന്നാണ് ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ദെൻ ഇവിടെ കണ്ടോ, ക്യാൻ യു സീ ദി ക്ലേ പൈപ്പ്, ഇവിടെ കാണിച്ചിട്ടുള്ളത് ക്ലേ പൈപ്പുകളാണ് ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ അവരുടെ വെള്ളത്തിന് വേണ്ടിയിട്ട്, അവരുടെ വാട്ടർ സോഴ്സിന് വേണ്ടിയിട്ട് ക്ലേ പൈപ്പ്സ് ഒക്കെ യൂസ് ചെയ്തു. ദെൻ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മാം സെൻഡ് ചെയ്ത് തരും. ദെൻ അത് നന്നായിട്ട് റീഡ് ചെയ്തിട്ട് ക്ലാസ് വാച്ച് ചെയ്തതിന് ശേഷം നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. ഓക്കെ. അറേഞ്ച്മെൻറ്റ്സ് ഓഫ് വാട്ടറിൽ വളരെ കുറച്ചേ പറയുന്നുള്ളൂ. ഈ ഡ്രമ്മിൻ്റെയും ടൂത്ത്ഡ് വീലിൻ്റെ ഒക്കെ ഡയറക്ഷൻ നോക്കിയിട്ട് നമുക്ക് താഴെയുള്ള വെള്ളം ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് മാത്രം അവിടെ കാര്യമായിട്ട് പറയുന്നുള്ളൂ. ദെൻ നമ്മൾ എങ്ങനെയാണ് ഉയരത്തിലേക്ക് എത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ. ബൈ ഡിയർ ചിൽഡ്രൻ, മീറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. സീ യു അഗെയിൻ.